current situation of your person ആൻഡ് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ അവർ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ സോൾ മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒത്തിരി നാളുകളായിട്ട് സെപ്പറേറ്റഡ് ആണ്. പക്ഷേ നിങ്ങൾ പലരും ഈ വ്യക്തിയെ ഇത്രയും നാൾ ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ ഒരു ചേസിങ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഒത്തിരി ആക്റ്റീവായിട്ട് കാണപ്പെടുന്നുണ്ടാവാം. നിങ്ങളെ അവർ വളരെ ഹാപ്പി ആയിട്ട് കാണുന്നുണ്ടാവാം. അത് ആ വ്യക്തിയിൽ ഒരു അസൂയ ഉണ്ടാക്കുകയാണ്. അതായത് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ആ വ്യക്തി വളരെ സങ്കടമായിട്ടിരിക്കുന്നു. അവർക്ക് ഈ ഒരു സെപ്പറേഷൻ അവരെ മാത്രമാണ് വേദനിപ്പിക്കുന്നത്, നിങ്ങൾക്ക് യാതൊരു വേദനയുമില്ല. ഇത്തരം കാര്യങ്ങളാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ സിറ്റുവേഷൻ അതാണ്. അതായത് ഈ സെപ്പറേഷൻ അവരെ വേദനിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവർ നിങ്ങളെ വളരെയധികം നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ പല വ്യക്തികളിലൂടെയോ പല പല സോഷ്യൽ മീഡിയ കണക്ഷൻ വഴിയോ നിങ്ങളെക്കുറിച്ച് അവർ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെ ഓർത്ത് അവർക്ക് ഒരുപാട് എന്താണ് ഉത്കണ്ഠയാണ്. ഏതൊരു സമയത്തും അവർക്കൊരു ഭയമാണ്. കാരണം അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവർക്ക് അവസരങ്ങൾ ലഭിച്ചിട്ട് പോലും അവർ ഭയക്കുന്നൊരു കാര്യം, നിങ്ങളുടെ മുന്നിൽ അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ, അവരുടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുമോ എന്നെല്ലാമുള്ള ചിന്തകളിലൂടെ അവർ കടന്നു പോവുകയാണ്. അവർക്ക് ഒരു കെണിയിൽ അകപ്പെട്ടു പോയി എന്നുള്ള സിറ്റുവേഷനാണ്. അതായത് അവർക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല. നിങ്ങളിലേക്ക് തിരികെ വരാനുള്ളൊരു സ്ട്രെങ്ത് അവർക്ക് ഇപ്പോഴില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തതായിട്ട് പോലും കാണുന്നുണ്ട്. ഓക്കെ. എങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ആ വ്യക്തിയിലുണ്ട്. ഓക്കെ. അവരുടെ ലൈഫിലുള്ള വെളിച്ചം നിങ്ങളാണ് എന്ന് അവരെപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലെ ഈ ഒരു സ്റ്റക്നെസ് മാറണം, അതിനൊരു ആക്സിലറേഷൻ ഉണ്ടാവണം എന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. പക്ഷേ എന്തൊക്കെയോ ചില സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റു വ്യക്തികളായിരിക്കാം ഈ ഒരു സിറ്റുവേഷനിൽ ഇത്രയധികം ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഡിലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം. ആ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ട് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തൊരു സാഹചര്യമാണ്. അവരെത്ര ശ്രമിച്ചിട്ടും അവർക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയുന്നില്ല. മേ ബി അവരുടെ മനസ്സ് തന്നെയാണ് അവർക്ക് അതിനുള്ള ആ ഒരു എന്താണ് ഒബ്സ്റ്റക്കിൾസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അവർക്ക് പല പല ചിന്തകളാണ്, ഒരുപാട് ചിന്തകളാണ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ ചില ഡിസിഷൻസ് എടുത്താൽ പോലും, നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അവർക്കതിനെ കഴിയാത്തതായിട്ടാണ് കാണുന്നത്. ഓക്കെ. യെസ്. ഇപ്പോൾ അവർക്ക് ഒരുപാട് ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു ചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അവർ ഒരുപാട് തരത്തിൽ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾക്കും ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പഴയതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ. നിങ്ങൾ രണ്ടുപേർക്കും ഈ ഒരു ഏകാന്തത എന്ന് പറയുന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. യെസ്. ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. യെസ്. മെൻ്റൽ കോൺഫ്ലിക്ട്സ്. തീർച്ചയായിട്ടും അവരിപ്പോൾ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലാണ്, മാനസിക പിരിമുറുക്കത്തിലാണെന്ന് കാണുന്നുണ്ട്. ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർക്ക് ഈ റിലേഷൻഷിപ്പിനെ കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിലും അവർക്ക് ഇത്രയധികം ചിന്തകളാണ് അവരുടെ മനസ്സിലുള്ളത്. നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ? തിരികെ വന്നാൽ ചിലപ്പോൾ നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യുമോ? ഇത്തരം ചിന്തകൾ കൊണ്ട് അവരുടെ മനസ്സിൽ ഒരുപാട് എന്താണ് മാനസിക സമ്മർദ്ദം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ. ഇതാണ് ഈ ഒരു പേഴ്സന്റെ കറന്റ് സിറ്റുവേഷൻ എന്ന് കാണുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഈ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഐ ആം കമ്മിങ് ടു ഗെറ്റ് യു. ഓക്കെ. അവർ
നിങ്ങളെ നേടിയെടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നൊരു മൊമെൻ്റാണിപ്പോൾ. ഐ റിഗ്രറ്റ്. ഓക്കെ, അവർക്ക് ഒരുപാട് അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി അവർ സന്തോഷമായിട്ടുള്ളൊരു നിമിഷത്തിലായിരിക്കാം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളെ അവർ വിട്ടു പോയിട്ടുള്ളത്. വിത്തൗട്ട് എനി റീസൺ, ഒരു റീസൺ പോലും ഇല്ലാണ്ട് ചിലപ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം. ആ ഒരു കാര്യത്തിൽ അവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഫീൽസ് ഡീപ്പ് സോൾ കണക്ഷൻ. ഇപ്പോൾ അവർക്ക് ഒരുപാട് ആഴത്തിലുള്ള ഒരു കണക്ഷൻ പോലും തോന്നുന്നുണ്ട്. നിങ്ങളുമായിട്ട് അത്രമാത്രമുള്ള ആത്മബന്ധം അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. പ്ലീസ് ഫർഗീവ് മീ, ഐ ആം സോറി. അവർ ആ ചെയ്ത ഒരു കാര്യത്തിൽ അവർക്ക് ഇപ്പോൾ ഒരുപാട് അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് നിങ്ങൾ ഫർഗീവ് ചെയ്യുക എന്ന് അവർ നിങ്ങളോട് പറയുന്നു. എവറി സോങ് റിമൈൻഡ്സ് മീ അബൌട്ട് യു. എല്ലാ സോങ്സും മേ ബി അവർ ഒരുപാട് എന്താണ് പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം. അവർക്ക് ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ട് പോലും അവർ മ്യൂസിക് കേൾക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അത് അവരെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഐ നോ ഐ ഹേർട്ട് യു. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് അവർ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്തു, ഒരുപാട് നിങ്ങളെ അവർ വേദനിപ്പിച്ചു എന്ന് അവർക്ക് അറിയാം. ഐ എം റെഡി ടു ടെൽ യു ദ ട്രൂത്ത്. ഓക്കെ, എന്താണ് അതിൻ്റെ കാരണം എന്ന് ഇപ്പോൾ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റീസൺ ഇല്ലാണ്ടായിരിക്കും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് പോയിട്ടുള്ളത് എന്നിവിടെ വ്യക്തമാണ്. പക്ഷെ ഈ ഒരു മൊമെന്റിൽ ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സത്യം, എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ വിട്ടു പോയത് എന്നുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കണമെന്ന് അവരിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് യു ആർ മൈ കൗണ്ടർ പാർട്ട്. ഓക്കെ, അവരുടെ ജീവിതത്തിൻ്റെ, അവരുടെ ആത്മാവിൻ്റെ തന്നെ പകുതിയാണ് നിങ്ങൾ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ആർ യു ഹാപ്പി വിത്തൗട്ട് മീ? ഓക്കെ, ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ അവർ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടോ? അത് ഫസ്റ്റ് നമുക്ക് കാർഡ് കിട്ടിയത് തന്നെ അത് തന്നെയാണ്. അവർക്ക് ഇങ്ങനെ ഒരു ഡൗട്ടാണ്, ഇങ്ങനൊരു കാര്യം അവരുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടോ, നിങ്ങളുടെ സന്തോഷങ്ങൾ കണ്ടിട്ടോ അവർക്ക് അങ്ങനൊരു ഫീലിങ്സ് ഉണ്ടാവാണ്. ഓക്കെ, മേ ബി നിങ്ങളുടെ സങ്കടം ഈ വ്യക്തിയിൽ നിന്ന്, ഈ സെപ്പറേഷനോ ഈ വ്യക്തിയുടെ അവഗണനയോ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. നിങ്ങളുടെ വേദന നിങ്ങൾ മറച്ചു വെച്ചിട്ട് നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുന്നതായിരിക്കാം. പക്ഷെ അത് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, I really want to be with you, but I just don't know how we are going to make this work. ഓക്കെ, എപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടായിരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത് എന്ന് ആ വ്യക്തിക്ക് അറിയുന്നുണ്ടാവില്ല. Okay, I didn't realize earlier that this love is deep inside me. Okay, ഈ ഒരു സെപ്പറേഷനിലാണ് ആ വ്യക്തി മനസ്സിലാക്കിയത് ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം പ്രണയിക്കുന്നുണ്ടെന്ന്. ആ വ്യക്തിയുടെ ആത്മാവ് എത്രമാത്രമാണ് നിങ്ങളെ ആഗ്രഹിക്കുന്നത് എന്ന് ഇപ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സിലായത്. ഓക്കെ.